CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ വീണ ഉടൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് വീണയ്ക്ക് ഇഡി നൽകിയിരിക്കുന്ന നിർദ്ദേശം. രേഖകൾ അഭിഭാഷകൻ വഴി ഹാജരാക്കാമെന്നും നേരിട്ടെത്താൻ സാവകാശം വേണമെന്നും വീണ അറിയിച്ചെങ്കിലും ആവശ്യം ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്നും. സഹിൻ, ഇന്ന് വീണയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. ഒരു വലിയ ചോദ്യാവലി തന്നെ ഇഡി ഇക്കാര്യത്തിൽ തയ്യാറാക്കിയിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എപ്പോഴേക്കാണ് വീണ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി എത്തുന്നത്? മറ്റ് വിവരങ്ങൾ. സ്വാതി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസാണ് ഈ കാണുന്നത്. വലിയ പോലീസ് അകമ്പടി അല്ലെങ്കിൽ പോലീസിന്റെ സുരക്ഷ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നതും. വീണ ടിയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചു. ഇതോടുകൂടിയാണ് ബുധനാഴ്ചത്തേക്ക് ഇവരുടെ ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചത്. കഴിഞ്ഞ ദിവസം CMRL MD ആയിട്ടുള്ള അല്ലെങ്കിൽ CMRL ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകനെയും മകളെയും ഭാര്യയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2,73,00,000 രൂപ എക്സാലോജിക്കിന് CMRL കൈമാറി എന്നുള്ളതാണ് കേസ്. ഈ കേസിൽ എക്സാലോജിക്ക് എന്ത് സേവനമാണ് തിരികെ CMRLന് നൽകിയിട്ടുള്ളത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലാക്കേണ്ടത്. മുൻപ് SFIO ഈ കേസ് പരിശോധിച്ചിരുന്നു. അന്ന് SFIOയുടെ കണ്ടെത്തൽ CMRL ഒരു മാസം 8 ലക്ഷം രൂപയായിരുന്നു എക്സാലോജിക്കിനും വീണ ടിക്കുമായി നൽകിക്കൊണ്ടിരുന്നത്. അത് IT സേവനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പു നൽകിയായിരുന്നു ഈ പണം വാങ്ങിയിരുന്നത്. എന്നാൽ പിന്നീട് ഒരു സേവനവും വീണ ടിയുടെ എക്സാലോജിക് കമ്പനി നൽകിയിരുന്നില്ല. CMRLന്റെ സഹസ്ഥാപനമായിട്ടുള്ള നിപുണ വഴിയായിരുന്നു ഈ പണം കൈമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് CMRL ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകളെയും മകനെയും ഭാര്യയെയും എല്ലാം ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം നിപുണയുടെ ഡയറക്ടർമാരിൽ പ്രധാനികളാണ് ഈ 3 പേരും. നിപുണ വഴി 2,73,00,000 രൂപ എക്സാലോജിക്കിന് കൈമാറിയിട്ടുണ്ട്. കൂടാതെ 183 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം അത് വിവിധ രാഷ്ട്രീയക്കാർക്കടക്കം കൈമാറിയിട്ടുണ്ട്. ഇന്ന് UDF ഭരണകക്ഷിയിലുള്ള പല നേതാക്കൾക്കും ഈ പണം കൈപ്പറ്റിയതായി നേരത്തെ തന്നെ SFIOയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ പണം കൈപ്പറ്റിയ പല നേതാക്കളും അത് തങ്ങൾ വാങ്ങിയതാണെന്ന് SFIO അടക്കം അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ അടക്കം അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വീണ ടിയിൽ മാത്രം ഒതുങ്ങില്ല. ഒരുപക്ഷെ UDF സർക്കാരിലെ പല മന്ത്രിമാരിലേക്കും ഈ അന്വേഷണം പോകേണ്ടതായി വരും. അതിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെയാണ് വീണ ടിയുടെ ഈ ഇപ്പോഴുള്ള ചോദ്യം ചെയ്യൽ നമ്മൾ കണക്കാക്കേണ്ടത്. മാത്രമല്ല CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്ത അദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ശരൺ കർത്ത, മകൾ ഷെബ കർത്ത, ഭാര്യ ജയ കർത്ത, ഈ 3 പേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഈ 3 പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ ഉത്തരങ്ങൾ വളരെ നിർണായകമാണ്. ഈ പണം കൈമാറിയത് ഏത് ഘട്ടത്തിലാണ്, എന്ത് സേവനമാണ് കമ്പനി ഇവർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്നാൽ ഷെബ കർത്ത അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ജയ കർത്ത അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് വഴിവിട്ടുള്ള പണം കൈമാറ്റം നടന്നിട്ടില്ല, കൃത്യമായ സേവനം നൽകിയത് കൊണ്ട് മാത്രമാണ് പണം കൈമാറിയത് എന്നുള്ളതാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ SFIക്കോ അങ്ങനത്തെ ഒരു കണ്ടെത്തലില്ല. പകരം അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആ സേവനങ്ങൾ നൽകാത്തത് കൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലാണ് വീണ ടി ഈ പണം കൈപ്പറ്റിയത്? 5 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും CMRLന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുമായിരുന്നു. മാത്രമല്ല എക്സാലോജിക്കിന് 3 ലക്ഷം രൂപ നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിൽ ഈ പണം കൈമാറി, എന്തെല്ലാം രേഖകളാണ് വീണ ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അഭിഭാഷകർ മുഖേന ഈ പണം കൈമാറാമെന്ന് വീണ ടിയോട് അറിയിച്ചിരുന്നതാണ്. എന്തായാലും റഹീം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. റഹീം, ഇന്നത്തെ ചോദ്യം വീണ ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായക, പ്രത്യേകിച്ചും SFIയുടെ രേഖകൾ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വീണ ടി ഇന്ന് നേരിടേണ്ടി വരിക? സ്വാഭാവികമായും ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചെടുത്ത രേഖകളിലൊരു വ്യക്തത വേണ്ടിവരും. ആ വ്യക്തത എങ്ങനെ നൽകുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും സുപ്രധാനമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് വീണയുടെ വീട്ടിലടക്കം നടന്ന റെയ്ഡിൽ ചില നിർണായക രേഖകൾ കണ്ടെടുത്തു എന്നുള്ളതിന് ED തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ആ ഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ വീണയോട് ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും ഏതെങ്കിലും തരത്തിൽ കൃത്യമായൊരു മറുപടി വീണയുടെ ഭാഗത്ത് നിന്ന് EDക്ക് ലഭിച്ചിട്ടില്ല. അതിൽ എന്താണ് ഇനി വീണയ്ക്ക് പറയാനുള്ളത് എന്ന് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വീണ ഇതിൽ ഏത്
ഏത് രീതിയിലായിരിക്കും ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, അല്ലെങ്കിൽ എന്തെല്ലാം ആയിരിക്കും ഇഡി വീണയിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വീണയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. റഹീം, അതോടൊപ്പം തന്നെ ഈ ജയ കർത്ത അടക്കമുള്ള ആളുകൾ നൽകിയിരിക്കുന്ന മൊഴി, അല്ലെങ്കിൽ ഷെബ കർത്ത അടക്കമുള്ള ആളുകൾ നൽകിയിരിക്കുന്ന മൊഴി, ഈ പണം വീണയുടെ കമ്പനിക്ക്, എക്സാലോജിക് അടക്കമുള്ള കമ്പനിക്ക് കൈമാറിയതിന് അവർ കൃത്യമായ സേവനങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സേവനം നൽകാമെന്നുള്ള കരാറിന്റെ പുറത്താണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. കൃത്രിമമായി ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, CMRL ഓഫീസിൽ നിന്നടക്കം കണ്ടെത്തിയിരിക്കുന്ന രേഖകൾ, അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡയറി അടക്കമുള്ള കാര്യങ്ങൾ 183 കോടി രൂപ അടക്കമുള്ള കണക്കിൽപ്പെടാത്ത പണം കൈമാറ്റം നടന്നിരിക്കുന്നു. ഇതൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ UDF സർക്കാരിലെ മുഖ്യരിലേക്ക് അടക്കം ഈ അന്വേഷണം പോകുമോ? തീർച്ചയായിട്ടും. അതായത് ഇന്നത്തെ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് വീണയുടെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായെങ്കിൽ മാത്രമാണ് ഈ കേസിന്റെ ഗതി എങ്ങോട്ടായിരിക്കും ഇനി നീങ്ങാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ഊഹാപോഹങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിലൊക്കെ തന്നെയും വ്യക്തത വരണമെങ്കിൽ ഇന്നത്തെ വീണയുടെ ചോദ്യം ചെയ്യലിൽ, കൂടാതെ ഇന്നലെ ശരൺസ് കർത്തയോ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിലും ഇതുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് ലഭിക്കുന്ന ഒരു പൊതുവായൊരു ധാരണ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും പോവുക എന്നുള്ളതാണ്. പ്രധാനമായും വീണയ്ക്കെതിരെയുള്ള ആരോപണം ഈ ഇതുമായി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാതെ പണം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അതിലൊക്കെയും ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യത വേണം എന്നുള്ളതാണ് ഇഡി പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതിൽ വീണ നൽകുന്ന ഇന്നത്തെ മറുപടികൾ എന്താണ് എന്നതുകൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള തുടർ ചലനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. റഹീമെ, CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വീണ ടിയെ ചോദ്യം ചെയ്യുന്നത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നടത്തിയ ഒരു റെയ്ഡ് അത് രാഷ്ട്രീയമാണ്. പക്ഷേ ഈ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ അങ്ങനെ രാഷ്ട്രീയമായിട്ടായിരിക്കുമോ CPM അടക്കമുള്ള സംഘടനകൾ വിലയിരുത്തുക? നിലവിൽ ആ തരത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം സ്വാഭാവികമായും ഇപ്പോൾ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വീണ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ അത് പാർട്ടിയെ ഏത് തരത്തിൽ ബാധിക്കും, അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് അത് എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അതാണ് നിലവിൽ CPM-ന്റെ ഒരു നിലപാട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ ആയിരിക്കും കാണുക. പക്ഷേ ഈ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ, അതായത് വീണ താമസിച്ചിരുന്ന വീണയുടെ വീട്ടിൽ നടത്തിയ ആ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. അതായത് വീണയുടെ വീട്ടിലടക്കം ഇഡി ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് വലിയ രീതിയിൽ CPM-ന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. വാഹനങ്ങളടക്കം, ഇഡിയുടെ വാഹനങ്ങളടക്കം തകർക്കുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇത് പാർട്ടി ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ റഹീം സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയമായിട്ടല്ല വീണ ടിയുടെ ഈ ചോദ്യം ചെയ്യൽ കാണുന്നത്. വീണ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ടാണ് അവർ ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറുപടി പറയേണ്ടത് വീണയുടെ ബാധ്യത മാത്രമായിട്ടാണ് വിലയിരുത്തുന്നതും. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ CMRL കമ്പനി ഉടമകളുടെ മൊഴി അവരുടെ പക്കലുണ്ട്. ഇന്നലെ അവർക്ക് വിശദമായി മൊഴിയെടുത്തതാണ്. CMRL കമ്പനി ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകൾ ഷെബ കർത്ത, മകൻ ശരൺ കർത്ത, കൂടാതെ ഭാര്യ ജയ കർത്ത, ഈ 3 പേരെയും മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു. മണിക്കൂറുകൾ ഇവരുടെ ചോദ്യം ചെയ്യലിനെ തുടർന്നുള്ള രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. കൂടാതെ SFIO പോലെയുള്ള ഏജൻസികൾ അവർ കണ്ടെത്തിയ അവർ കണ്ടെത്തിയ രേഖകളുണ്ട്. ഈ രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും വീണയുടെ ചോദ്യം ചെയ്യലിലേക്ക് കാര്യം കടക്കുക. എന്തായാലും രാഷ്ട്രീയ കേരളം കൃത്യമായി തന്നെ ഈ ചോദ്യം ചെയ്യലിനെ നോക്കി കാണുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും വീണ ടിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഇത് ആരിലേക്കൊക്കെയാണ് പോകാൻ പോകുന്നത്? UDF-ന്റെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ പണം കൈപ്പറ്റിയിരുന്നു. ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ പണം കൈപ്പറ്റിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് രാഷ്ട്രീയമായി നൽകിയ പണമാണ്. അതുകൊണ്ട് തന്നെ അനിൽ കൂടി ചേരുകയാണ്. അനിൽ, ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല നേതാക്കളും CMRL നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. 183 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം കൈമാറ്റം നടന്നിരുന്നതായി ആ ഡയറിയിൽ തന്നെ പറയുന്നു. ശശിധരൻ കർത്ത അയാളുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും വീണ ടിയുടെ ഈ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ രാഷ്ട്രീയ കേരളം പോകാൻ പോകുന്നത്? രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഇതൊരു ആഘോഷമാക്കി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഒരുപാട് നാളുകളായി UDF ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം, ആ ആരോപണത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ വീണ വിജയൻ ഇന്ന് ഇഡിക്ക് മുമ്പാകെ ഹാജരാകുന്നു. അവരോട് ഇഡിക്ക് മുമ്പാകെ അവർ നൽകുന്ന വിശദീകരണം ഇഡി എത്രത്തോളം സ്വീകരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റെയ്ഡ് നടന്ന സമയത്ത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് നടന്ന സംഭവ വികാസങ്ങൾ
കാര്യങ്ങളുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി LDF-നുള്ളിൽ പോലും പാർട്ടിക്കുള്ളിൽ പോലും ഉയർന്ന വിമർശനങ്ങൾ, പരാതികൾ, പ്രശ്നങ്ങൾ എല്ലാമുണ്ട്. ഇതൊക്കെ തന്നെ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു സംഭവമായി തന്നെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ മാറുകയും ചെയ്യും. ഈ ചോദ്യം ചെയ്യലിൽ വീണ വിജയൻ മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ വീണ വിജയൻ നൽകുന്ന മറുപടി അത് EDയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സ്വീകാര്യമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർച്ച എന്നത് എന്തായിരിക്കും എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ ആളുകൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും വലിയ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2-3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു സുരക്ഷയും ഒപ്പം തന്നെ ഒരു കരുതലും എല്ലാം ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ED ഓഫീസിന് മുമ്പാകെ ഇത്ര അധികം പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഒരു ആൾ ഇവിടെ ചോദ്യം ചെയ്യലിനായി ഹാജരാകുമ്പോൾ ഇത്രയധികം പോലീസിനെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും തിരക്കേറിയ ഒരു പ്രധാനപ്പെട്ട റോഡ്, ആ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നാണ് അകത്തേക്ക് ED ഓഫീസിലേക്ക് എൻട്രി ഉള്ളത്. ഇവിടെ 2 സൈഡുകളിൽ ഒരു പോലീസ് ഒരു മതിൽക്കെട്ട് പോലെ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. വീണ വിജയൻ വന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു കൃത്യമായ ഒരു വഴി ഒരുക്കിയിരിക്കുന്നു. കാരണം റെയ്ഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് നടന്ന സംഭവവികാസങ്ങൾ അറിയാം. അത്തരത്തിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉടലെടുക്കുമോ എന്നൊരു ആശങ്കയായിരിക്കാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആ വാഹനവുമായി അകത്തേക്ക് പോകാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലല്ലോ. കാരണം എല്ലാവരും തന്നെ പുറത്ത് വന്ന് ഇറങ്ങി അതിനുശേഷം നടന്ന് ഗേറ്റിലെത്തുകയും സമൻസ് പേപ്പർ കാണിക്കുകയും ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത് അകത്തേക്ക് പോവുകയാണല്ലോ ചെയ്യുന്നത്. അതിന് എടുക്കുന്ന ഒരു സമയമുണ്ട്. വീണ വിജയൻ വരുന്നു എന്നതുകൊണ്ട് ഒരുപക്ഷെ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് കരുതുന്നുമില്ല. അതിനാൽ തന്നെ സ്വാഭാവികമായി ആളുകൾ കൂടാനുള്ള സാഹചര്യമുണ്ട്. മാധ്യമപ്രവർത്തകരുടെ എണ്ണം തന്നെ വളരെ കൂടുതലാണ്. അതെല്ലാം കണക്കിലെടുത്തായിരിക്കാം ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പോലീസ് കാവൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.